സ്മാർട്ട് സിറ്റി വർക്ക് ചെയ്തപ്പോഴൊന്നും അതിന്റെ പാലിക്കേണ്ട നിബന്ധന ഒന്നും പാലിക്കാതെ ലീക്കായ പൈപ്പുകൾ നോക്കാതെയൊക്കെ ചെയ്തു. അതാണിപ്പോൾ അത് നാടിന് സമർപ്പിച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് പൊട്ടി 2-3 മാസം കൊണ്ട് വെള്ളം ഒഴുകുകയാണ്. നോക്കുന്നില്ല. ഇപ്പോൾ ആക്ച്വലി ഇതിൽ കോർപ്പറേഷന് ഈ മെയിൻ്റനൻസിലൊന്നും യാതൊരു ഇടപെടാൻ നടത്തുവാനുള്ള അധികാരവും അവകാശമില്ല. പക്ഷേ കൗൺസിലർ എപ്പോഴും ജനങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന കൗൺസിലർ ആയതുകൊണ്ട് ജനങ്ങളൊക്കെ കൗൺസിലറോട് പറയുന്നു. കൗൺസിലർ പരമാവധി പരിശ്രമിച്ച് നോക്കി ഉദ്യോഗസ്ഥന്മാർക്ക് കൈയെഴുതുന്നൊരവസ്ഥയാണ്. ഞാനിപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ GM നെ വിളിച്ചു. നാളെ രാവിലെ 10 മണിക്ക് മുമ്പ് കൺസേൺ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ കൊണ്ട് എവിടെയും ലീക്കെന്ന് ഐഡന്റിഫൈ ചെയ്ത് പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പിന്നെ മറ്റു മാർഗ്ഗങ്ങൾ നോക്കും. കൗൺസിലർ വഴിയാണോ ഈ പരാതി മേയറിലേക്ക് എത്തി? തീർച്ചയായും കൗൺസിലർ ഇന്ന് കൗൺസിൽ വന്നപ്പോഴേക്ക് ഈ വിഷയം ഉന്നയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ ആയിട്ട് കൗൺസിലറോട് നിൽക്കാമെന്ന് പറഞ്ഞു. അവർ വന്നതിന് ശേഷം കൗൺസിലർ വിളിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മേയർ എന്നുള്ളത് ഞാൻ ഇവിടെ എത്തിയത്. എനിക്ക് കിട്ടാവുന്ന ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. നാളെ 10 മണി കൺസേൺ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത മാർഗ്ഗം നോക്കാം. തീർച്ചയായിട്ടും മേയർ ഈ കാര്യത്തിൽ ഇടപെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. നാളെ കാലത്ത് 10 മണിക്ക് ഇതിന്റെ അധികൃതർ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് തീർച്ചയായിട്ടും അറിയാം. ഓക്കെ, താങ്ക് യു.